ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആൻഡ് നിങ്ങളുടെ എനർജി, നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, തോട്ട്സ് എന്താണെന്നൊക്കെ ഉള്ളതാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസ്റ്റിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണലിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ട്. 5 ഓഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തൊരു ഈഗോ എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളിപ്പം ഈഗോയിസ്റ്റിക് ആയതുപോലെ, അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ, അതായത് അവരിങ്ങനെ ചെയ്തില്ലേ അപ്പം ഞാനും ഇങ്ങനെ ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ മൈൻഡ് നിങ്ങൾക്ക് വന്നതുപോലെ കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ നിന്നും. പക്ഷേ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും വിട്ടു പോകുമോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു ഫൈറ്റിംഗ് എനർജിയാണ്. ആ പേഴ്സണെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ക്ലാരിറ്റിയും കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നതുപോലെ. അതായത് ഒരു ഫൈറ്റിംഗ് എനർജിയാണത്. ഇത് 5 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ഒരു ഫൈറ്റിംഗ്, ഈഗോ, കോമ്പറ്റീഷൻ അതുപോലെയുള്ള എനർജിയാണ്. സോ നിങ്ങളുടെ എനർജിയിനകത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു പേടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. 5 ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് നടന്നതുപോലെ കാണുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് സോട്സിൻ്റെ എനർജി റിലേഷൻഷിപ്പിനെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതുപോലെ. മേ ബി നിങ്ങളത് എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു എനർജി ഇവിടെ വന്നിട്ടുള്ളത്. സോ എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്ട്രഗിളിങ് കൊടുക്കുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ട് നൽകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം. ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല. സോ ഇത് ലവേഴ്സ് കാർഡാണ് കേട്ടോ. ലവേഴ്സാണ്. സോ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഇവിടെ ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം പോലെ തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെയും കാണുന്നത്. നിങ്ങൾക്ക് ഒരു യൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ്, റീയൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഒരു സോൾ കണക്ഷൻ ഉണ്ട്. മേ ബി ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ടിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ ആയിരിക്കാം. ഒരു ഡീപ്പ് ലവ് എന്തായാലും കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ചോയ്സ് ആയിട്ട് എടുത്തതിൽ നിങ്ങളൊരു റിഗ്രറ്റും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള സ്ട്രഗിളിങ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും, നിങ്ങൾക്കൊരു റിഗ്രറ്റ് വരുന്നുണ്ടാവുമായിരിക്കും. അതായത് എന്തിനായിരുന്നു എനിക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പ്, ഞാൻ എന്തിന് ഇതിൽ പോയി ചാടി എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു ഡീപ്പ് ലവ്, ഡീപ്പ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. മേ ബി ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. സോ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കും വാല്യുബിൾ ആണ്, ഈ പേഴ്സണും വാല്യുബിൾ ആണ്. ഈ പേഴ്സണേക്കാളും ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ട് കാണുന്നത് നിങ്ങളായിരിക്കാം, ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് നിങ്ങളായിരിക്കാം. പക്ഷേ ഈക്വാലിറ്റി കാണുന്നുണ്ട്. ആ പേഴ്സണും ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക് എനർജിയൊക്കെ കാണുന്നുണ്ട്, ഒരു സെക്ഷുവാലിറ്റി ഒക്കെ കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. ഈ പേഴ്സൺ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും കാണുന്നത് പോലെ തന്നെ ഒരു ബ്ലോക്ക് എനർജിയാണ്, സ്റ്റക്കഡ് ആയിട്ടുള്ള ഒരാളുടെ എനർജിയാണ്. ഇവർ നിങ്ങളുടെ അടുത്ത് വളരെയധികം ഫീലിങ്സും ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ ബാലൻസ്ഡ് ആണ് ഇവർ. ഒരു കടലിൻ്റെ നടുവിൽ കസേരയിട്ടിരിക്കണ പോലെ ചുറ്റിനും ആ കടലിലെ വെള്ളം മാത്രം, ബാക്കി അങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കില്ല, അങ്ങോട്ടൊന്നും പോകാൻ സമ്മതിക്കില്ല. അതിനിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. സോ ഇവർ ഇമോഷണലി കണക്റ്റഡ് ആയാലും ഫീലിങ്സ് ഒരുപാടുണ്ടെങ്കിലും അതിനെല്ലാം ബാലൻസ് ചെയ്ത് വെക്കുകയാണ്, കൺട്രോളായിട്ട് നിൽക്കുകയാണ്, വളരെയധികം കൺട്രോളായിട്ട് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. ഡിപ്ലോമാറ്റിക് കാണുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ് പേഴ്സണാണ്. അതിപ്പം അവർ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നത് പോലെ, ആ ഒരു സപ്പോർട്ടീവ് വീണ്ടും ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനെയും കൺട്രോൾ കൊണ്ടുവന്ന് ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്?
ഏസ് ഓഫ് സോട്ട്സിന് എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതിന് ക്ലാരിറ്റി ആയിട്ട് ഒരു കാർഡ് കൂടി എടുക്കാം. മെന്റൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഈ പേഴ്സണ് ക്ലാരിറ്റി ഇപ്പോഴും കിട്ടണില്ല. ഇവർക്ക് നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻസ് അങ്ങനെയായിരിക്കാം. ഈ പേഴ്സണ് ക്ലാരിറ്റി ഇപ്പോഴും കിട്ടണില്ല. ഒരേ ഒരു മൈൻഡിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് അവരുടെ തീരുമാനം അവർ എന്തെടുത്തിട്ടാണോ നിന്നിട്ടുള്ളത്, ആ തീരുമാനത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ മാറ്റിയിട്ടില്ല. അതായത് ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അവരൊരു ഷാർപ്പ് മൈൻഡായിട്ട് എന്ത് ഡിസിഷൻ എടുത്തോ ആ ഒരു ഡിസിഷനിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരു ന്യൂ ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു വിക്ടറി കാർഡാണ്. സോ ഇവർക്ക് ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈഗോ നിൽക്കുന്നത് പോലെ. അതുകൊണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജി എടുത്തപ്പം നിങ്ങൾ തിരിച്ചും അവർ ചെയ്തതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഈഗോ വെക്കുന്നത് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതായിരിക്കാം ഈ പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ഒരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് കൊണ്ടുവരണം. അതായത് പാസ്റ്റിനെ വിട്ട് കളഞ്ഞിട്ട് പുതിയതായിട്ടൊരു തുടക്കം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് വരുന്നത് പോലെയും കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം പുതിയ പുതിയ ഫീലിങ്സുകൾ, കാര്യങ്ങളും പുതിയൊരു ലവൊക്കെ സ്നേഹമൊക്കെ നിങ്ങളുടെ അടുത്ത് തോന്നുന്നത് പോലെ ഫീലിങ്സിനകത്ത് കാണുന്നുണ്ട്. ക്ലാരിറ്റി ആയിട്ടൊരു കാർഡ്, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹം ഈ പേഴ്സൺ ഉണ്ട് കേട്ടോ. കപ്സ് എന്ന് പറയുന്നത് സ്നേഹമാണ്. സോ ഒരുപാട് സ്നേഹം ഈ പേഴ്സൺ ഉണ്ട്, പക്ഷേ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. സോ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്നേഹം ഉണ്ടായിട്ടും ആ സ്നേഹത്തിനെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോഴും അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണെങ്കിലും ഈ പേഴ്സൺ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി ഉണ്ടായിട്ടുണ്ടാവാം. സോ അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ മാറി പോകുന്നില്ല, എസ്കേപ്പ് ആവുകയാണ്, ഓടി ഒളിക്കുന്നത് പോലെയാണ്. ആൻഡ് അവിടെ മൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഹൈഡിങ് എനർജി ഉണ്ട്. എന്തൊക്കെയോ എപ്പോഴും ഹൈഡ് ചെയ്യുന്നത് പോലെയുള്ളൊരു എനർജി ഉണ്ട്. അപ്പം ഈ പേഴ്സണെ സംബന്ധിച്ച് ഈ പേഴ്സൺ തന്നെയാണ് എസ്കേപ്പ് ആവുന്നത്. ഇവരെ സംബന്ധിച്ച് എന്തൊക്കെയോ ഹൈഡായിട്ടുണ്ട്. ഇവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരുപാട് സ്നേഹമുണ്ട്. തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ തിരിഞ്ഞു നോക്കാത്ത പോലെ നടക്കുകയാണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഇന്നർ സ്ട്രെങ്ത് ആണ്. ഇന്നർ സ്ട്രെങ്ത് ആർജിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പുറത്ത് അതിനെ ഒരു ആക്ഷനായിട്ട് കൊണ്ടുവരുമ്പോഴാണ് അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആകണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സ്വയം ഒന്ന് ആരുടെയൊക്കെയോ നിഴലിൽ ജീവിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ സ്വയം ഒന്ന് ഫോക്കസ്ഡ് ആവണം, സ്വയം ഒന്ന് സ്ട്രെങ്ത് ആവണം എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആകണം. പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മജീഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവുന്നുണ്ട്. ഈ പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആ പേഴ്സണും നിങ്ങളെ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളും അങ്ങോട്ട് അട്രാക്റ്റ് ആവുന്നുണ്ട്. ഈക്വാലിറ്റി ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഒരു അവർ അറിയാതെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പം നിങ്ങളും അങ്ങോട്ട് അട്രാക്റ്റ് ആവുകയാണ്. അതുപോലെ നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇങ്ങോട്ടും അട്രാക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അവർക്കൊരു ഹീലിംഗ് കൊടുക്കുന്നു. ചില ആളുകൾ സ്പെല്ലോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ ഓപ്പണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പേഴ്സണ് ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ് കേട്ടോ, ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പം ഹീലിംഗ് നടക്കുമ്പോൾ പേഴ്സണ് സെൽഫ് കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവും. ഈ പേഴ്സണ് ഹീലിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ സ്റ്റക്കഡ് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹീലിംഗ് കൊടുക്കുമ്പം അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും. അവർ ആക്ഷൻ എടുത്ത് തുടങ്ങും, ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും എടുക്കാൻ നിൽക്കുന്ന ഒരാളുടെ എനർജിയിലാണ്. ഹെയറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മാരേജ് പോലത്തെ കാര്യങ്ങൾ ഓക്കെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുക, റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുക, അങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ചെറിയൊരു റീഡിംഗ് ആണ്. അവരുടെ ഫീലിങ്സ് നോക്കുമ്പം ഇമോഷണലി നിങ്ങളടുത്ത് വളരെയധികം കണക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് പോലെയാണ് കാണുന്നത്. നിങ്ങളുടെ സ്നേഹം സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. റിയൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ട്. അതായത് മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യാം കേട്ടോ.